ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടുള്ള അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ്. അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അത് ഏത് ബുക്കിലാണ് വരിക? ക്യാഷ് ബുക്കിലാണ് വരിക. ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ബുക്കിലാണ്? ക്യാഷ് ബുക്കിലാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ അരിതമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഈസ് ഡാഷ്. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ അരിതമെറ്റിക്കൽ അക്യുറസി. അസർട്ടൈൻ അരിതമെറ്റിക്കൽ അക്യുറസി, അതായത് സാംഖിക വ്യക്തത ലഭിക്കാൻ വേണ്ടി, ലെഡ്ജർ അക്കൗണ്ട്സുകളുടെ സാംഖിക വ്യക്തത ലഭിക്കാൻ വേണ്ടി നാം തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഏത്? ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ടു അസർട്ടൈൻ അരിതമെറ്റിക്കൽ അക്യുറസി. അതുപോലെ വേറെ ലക്ഷ്യം എന്താണ്? ടു ലൊക്കേറ്റിംഗ് എറേഴ്സ്, തെറ്റുകൾ കണ്ടെത്തുക. മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് ടു പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ടു അസർട്ടൈനിങ് അരിതമെറ്റിക്കൽ അക്യുറസി, മറ്റൊന്ന് ടു ലൊക്കേറ്റിംഗ് എറേഴ്സ്, മറ്റൊന്ന് ടു പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള ഒന്നാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ പെടാത്ത ഗുണങ്ങളിൽ പെടാത്തത് താഴെ പറയുന്ന ഏതാണെന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റി റിപ്പോർട്ട്, ഹൈലി റിലയബിൾ, ഹൈ കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, അതുപോലെ അക്യുറസി. അപ്പോൾ ഹൈ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആണ് അവിടെ എന്ത് പറയുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങളിൽ പെടാത്തത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. സൺട്രി ഡെറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് റിസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം കറണ്ട് അസറ്റുകളാണ്. പക്ഷേ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ അതാണ് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത്. പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡാഷ്. അതായത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ എന്നുള്ളതാണ്. ടു നോ ദ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അറിയാൻ വേണ്ടി മാത്രമാണോ? അല്ല, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അതുപോലെ ബി കൊടുത്തിട്ടുള്ളത് ടു നോ ദ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് ബാലൻസ് എത്രയെന്ന് അറിയാനും വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അതും ശരിയല്ല. മൂന്നാമത് ശ്രദ്ധിക്കുക. സി ടു ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസസ്. അതായത് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ. നാലാമത്തെ ഓപ്ഷൻ ഇവയൊന്നുമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ക്വസ്റ്റ്യനാണ്, ആറാമത്തെ ക്വസ്റ്റ്യനാണ്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് അണ്ടർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. എങ്കിലും ഞാൻ ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാം. ഇൻക്രീസ് ഇൻ എവരി ഇയർ. ഓരോ വർഷവും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് എവരി ഇയർ. ഓരോ വർഷം ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടുന്നു എന്നുള്ളതാണ്. അത് തെറ്റാണ്. മറ്റൊന്ന് ഈക്വൽ ടു ഇറ്റ്സ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂവിന് ഈക്വൽ ആണ്. അതും ശരിയല്ല. പിന്നെ മൂന്നാം കാണാൻ പറ്റും സെയിം ആസ് എവരി ഇയർ. സെയിം ആസ് എവരി ഇയർ, എല്ലാ വർഷവും ഒരുപോലെയാണ്. അതാണ് കറക്റ്റായിട്ട് വരുന്നത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ വർഷവും ഒരുപോലെയാണ് വരുന്നത്. പിന്നെ ഡിഗ്രീസ് ഇൻ എവരി ഇയർ ആണ് ഡി ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതും ശരിയല്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ പേഴ്സൺ ടു ഹും ദ പേയ്മെൻറ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് മേഡ് ഈസ് നോൺ ആസ് ഡാഷ്. ആരുടെ പേരിലാണോ ആർക്കാണോ എമൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ എമൗണ്ട് ലഭിക്കുന്നത് അയാൾ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? പേയി എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും എന്താണ്? ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. ഒരു വിനിമയ ബില്ലിന്മേലുള്ള പണം ലഭിക്കുന്ന വ്യക്തിയെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പേയി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 മാർക്ക് വീതമാണ്. 8 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിന്
എന്താണ് 2 മാർക്കാണ്. ഇതിൽ നിന്നും 4 ക്വസ്റ്റ്യൻസിന് മാത്രം എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. 8ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, അതായത് ഉടമസ്ഥൻ, ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ അയാൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഡെബിറ്റ്? എന്താണ്? ഡ്രോയിങ്സ് ആണ് ഡെബിറ്റായിട്ട് വരുന്നത്. അതുപോലെ ഡെബിറ്റായിട്ട് വരുന്നത് എന്താണ്? ഡെബിറ്റായിട്ട് വരുന്നത് ഡ്രോയിങ്സ് ആണ്. ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? പർച്ചേസ് ആണ്. കാരണം എന്താണ്? ഇവർ ഗുഡ്സ് ആണ് ഇയാൾ ചെയ്തിട്ടുള്ളത്, വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇംപ്രസ് സിസ്റ്റം സൂട്ടബിൾ എക്സാമ്പിളുമായിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇംപ്രസ് സിസ്റ്റം വിത്ത് ആൻ എക്സാമ്പിൾ. ഇംപ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രസ് സിസ്റ്റം എപ്പോഴാണ് നമ്മൾ ഇംപ്രസ് സിസ്റ്റം ഉപയോഗിക്കുന്നത്? അതായത് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന സമയത്താണ് ഇംപ്രസ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതായത് ഒരു മെയിൻ ക്യാഷർ ഉണ്ടാവും, അതുപോലെ ഒരു പെറ്റി ക്യാഷർ ഉണ്ടാവും. മെയിൻ ക്യാഷർ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത എമൗണ്ട് പെറ്റി ക്യാഷർക്ക് നൽകുന്നു. ഈ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണിത് ഇംപ്രസ് സിസ്റ്റം. ഓക്കെ, ഈ നൽകുന്ന മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് നൽകുന്ന എമൗണ്ടിന് വിളിക്കുന്ന പേരെന്താ? ഇംപ്രസ്ഡ് എമൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റും. 10ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ വിശദമാക്കുക എന്നുള്ളതാണ്. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ പ്രധാനമായിട്ടും 2 പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആണ് എന്തിനുള്ളത്? നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസിക് ഒബ്ജക്റ്റീവ്സ്, പ്രധാനമായിട്ടും 2 ബേസിക് ഒബ്ജക്റ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന്, ടു ഫൈൻഡ് ഔട്ട്, കണ്ടെത്താൻ ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ബിസിനസ്സിൻ്റെ സാമ്പത്തിക റിസൾട്ടുകൾ കണ്ടെത്താൻ. സാമ്പത്തിക റിസൾട്ട് കണ്ടെത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത്. അതായത് നമ്മുടെ സ്ഥാപനം പ്രോഫിറ്റിലാണോ ലോസിലാണോ, ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയ സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് റിസൾട്ട്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള റിസൾട്ട്, ബിസിനസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത്. മറ്റൊന്ന്, ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്, സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ തയ്യാറാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിനാൻഷ്യൽ പൊസിഷനാണെന്ത്? നമ്മുടെ ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ പൊസിഷനാണെന്ത്? നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ റിസൾട്ട് കിട്ടുന്നത് ഏതിലൂടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ട് ലഭിക്കുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണല്ലോ. അപ്പോൾ അത് തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞാൽ എന്തായി? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലക്ഷ്യങ്ങളായല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടെത്താനും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ റിസൾട്ട് കിട്ടുന്നു. ഏതിൻ്റെ? നമ്മുടെ ബിസിനസ്സിൻ്റെ. അതേപോലെ നമ്മൾ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും വേണ്ടിയിട്ടാണ്. അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിലായിരിക്കുമല്ലോ തന്നിട്ടുണ്ടാവുക. അതിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്, അക്കൗണ്ടിംഗ് നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം. ക്ലോസിംഗ് സ്റ്റോക്ക് ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ഭാഗത്താണ്, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. ക്ലോസ് സ്റ്റോക്കിന് 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പണിംഗ് സ്റ്റോക്കാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം. പിന്നെ പർച്ചേസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്. പർച്ചേസിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. അതേപോലെ ക്രെഡിറ്റ് ഭാഗത്ത് വരുന്നത് ഫസ്റ്റ് എന്താണ്? സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം. പിന്നെ നമുക്ക് പറയാനുള്ള എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ആ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഭാഗത്ത് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമാറ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും കൂടെ എന്ത് ചെയ്യണം? കാണിക്കണം. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും കൂടെ ഒന്ന് എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ, അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ
പറയാനുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിളും കൊടുക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അസറ്റ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്. ഇതൊരു അസറ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. മാത്രമല്ല ഇതെന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? കൺസേൺഡ് എക്സ്പെൻസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എന്ന് പറയുന്ന എക്സ്പെൻസിൽ നിന്നും കുറച്ചിട്ടാണ് എഴുതേണ്ടത്. അതുപോലെ ഇത് അസറ്റാണെന്ന് പറയുന്നു, അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, പ്രീപെയ്ഡ് ഇൻഷുറൻസ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും പ്രീപെയ്ഡ് റെൻറ്റ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ദ സീരീസ് ആസ് പെർ ഹിൻറ്റ്. ഇവിടെ നൽകിയിട്ടുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ ആ ശ്രേണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം നിങ്ങൾക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദ ഓണർ ഇൻ ദ ഫേം. ഫേമിലേക്ക്, സ്ഥാപനത്തിലേക്ക്, ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. അതേപോലെ ബി അവർ ചോദിച്ചിട്ടുള്ളത് കോസ്റ്റ് ഇൻകേർഡ് ടു ഏൺ റവന്യൂ. വരുമാനം നേടുന്നതിനായിട്ടുള്ള ചെലവായ തുകയാണ് എന്ത്? എക്സ്പെൻസ്. നമുക്ക് ചെലവായ തുകയാണ് എന്ത്? എക്സ്പെൻസ്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താണ്? എക്സ്പെൻസ്. മൂന്നാമത്തെ അസറ്റ് ഹെൽഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് കാലത്തേക്കുള്ള, ദീർഘകാലത്തേക്കുള്ള അസറ്റുകളെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. ദീർഘകാലത്തേക്കുള്ള അസറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഫിക്സഡ് അസറ്റ് എന്നാണ് വിളിക്കുക. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ് എനി 2 ലിമിറ്റേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻ എഴുതാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, നല്ല ട്രെയിനിങ് ചിലവ് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ സ്റ്റാഫ് ഓപ്പോസിഷൻ, സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്നും, തൊഴിലാളികളുടെ ഇടയിൽ നിന്നും എന്ത് ചെയ്യും? ഒരു ഓപ്പോസിഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സിസ്റ്റം ഫെയിലിയർ ആവാം. അതുപോലെ ഇൻഎബിലിറ്റി ടു ചെക്ക് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് എറർ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും 2 പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പരാമർശിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചൂസ് ദ കറക്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ് ഫോർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയിട്ട് ബ്രാക്കറ്റിൽ കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഉണ്ട്, അത് ഏതാണെന്ന് തിരിച്ചറിയുക, ചൂസ് ചെയ്യുക. ഒന്നാമത്തെ ദ ഇൻ്റർവൽ ഓഫ് ടൈം അറ്റ് വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ എൻ്റർപ്രൈസസ് ആർ പ്രിപ്പയർഡ്. അതിൻ്റെ മലയാളം ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു സ്ഥാപനത്തിൻ്റെ ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്ന ഒരു നിശ്ചിത കാലയളവ്, അതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റാണ് അല്ലേ? അക്കൗണ്ടിങ് പീരീഡാണ് അതിൻ്റെ ആൻസർ. ബി ദ ബിസിനസ് ഫേം വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഈസ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി. ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി തുടരുന്നു എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്? ഏതാണ്? നിങ്ങൾക്ക് പറയാൻ പറ്റും, ഗോയിങ് കൺസേൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് എനി 3 പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ അക്കൗണ്ടിങ്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതാണ്? അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് നിങ്ങളോട് അവിടെ ചോദിച്ചിട്ടുള്ളത്. ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പിന്നെ മൂന്നാമതാണ് ഡെപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ടു പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. ഇങ്ങനെ 4 ഒബ്ജക്റ്റീവ്സ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അവിടെ ചോദിച്ചിട്ടുള്ളത് ഷോ ദ എഫക്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കാനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കോളംസ് ശ്രദ്ധിക്കുക. ട്രാൻസാക്ഷൻ ആണ് ഫസ്റ്റ്, പിന്നെ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഒന്നാമത്തെ എ എന്താ? ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സാധാരണ അവർ ചോദിക്കുന്നത് തന്നെയാണ് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh.
അപ്പോൾ എന്ത് ചെയ്യും? അസറ്റ് എന്ന് പറയുന്ന ക്യാഷ് വരുന്നു 1 lakh. അതേപോലെ ലാബിലിറ്റി ഒന്നുമില്ല. അതേപോലെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? 1 lakh വരും. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ക്യാഷ് അസറ്റ് 1 lakh. അതുപോലെ ലാബിലിറ്റി ഒന്നുമില്ല. ക്യാപിറ്റൽ എന്തായി? 1 lakh. അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 20,000 ആണ്. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് സാധനം വാങ്ങുന്നത്. അപ്പോൾ 20,000 രൂപ എന്ത് സംഭവിക്കും? ക്യാഷ് കുറയും. അതേപോലെ വേറൊരു അസറ്റും കൂടെ വരും. എന്താണത്? സ്റ്റോക്ക് വരും. 20,000 രൂപയുടെ സ്റ്റോക്ക് വരും. ലാബിലിറ്റിക്കൊന്നും സംഭവിക്കുന്നില്ല. അതേപോലെ ക്യാപിറ്റലൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒന്ന് ഫാസ്റ്റ് ആവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഒരുപാട് അക്കൗണ്ട് ഇക്വേഷൻസൊക്കെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബാക്കി ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് എത്ര ഉണ്ടാവും? 80,000 രൂപയാണ് ഇനി ക്യാഷ് ബാലൻസ് ഉണ്ടാവും. 1 lakh ആയിരുന്നു ഉണ്ടായിരുന്നത്. 20,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി അങ്ങനെ 80,000 രൂപ. ഇപ്പോൾ സ്റ്റോക്ക് എന്തുണ്ട്? 20,000 രൂപയുടെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. ലാബിലിറ്റി ഒന്നുമില്ല. ക്യാപിറ്റൽ എത്രയുണ്ട്? 1 lakh ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്തായി? ഇവിടെ പ്രൂവ് ചെയ്തു. 80,000 പ്ലസ് 20,000 ഈക്വൽ ടു 1 lakh. ഇനി അടുത്ത് നോക്കുക. സി സോൾഡ് ഗുഡ്സ് ടു പ്രിയ ഓൺ ക്രെഡിറ്റ് 40,000. പ്രിയക്ക് എന്ത് ചെയ്തു? 40,000 രൂപക്ക് സാധനം എന്ത് ചെയ്തു? കടത്തിന് വിറ്റു എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. സി സോൾഡ് ഗുഡ്സ് ടു പ്രിയ ഓൺ ക്രെഡിറ്റ് 40,000. 40,000 അല്ല, 4 ലക്ഷമാണ് അവിടെ കാണുന്നത്. അവർ ഉദ്ദേശിച്ച് 40,000 ആയിരിക്കാം. പക്ഷെ അവിടെ 40 ലക്ഷം വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 20,000 രൂപയുടെ സ്റ്റോക്കാണുള്ളത് അല്ലേ? 4 ലക്ഷം രൂപയുടെ സാധനം വിറ്റു എന്നാണ് പറയുന്നത്. 4 ലക്ഷം രൂപയുടെ സാധനം വിറ്റു എന്ന് പറയുമ്പോൾ എത്ര രൂപയുടെ സാധനം, എത്ര രൂപ ലാഭത്തിൽ വിറ്റു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും ക്വസ്റ്റ്യൻ പ്രകാരം ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സോൾഡ് ഗുഡ്സ് ടു പ്രിയക്ക് സാധനം വിറ്റു എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്ക് സാധനം വിറ്റത്? സി സോൾഡ് ഗുഡ്സ് ടു പ്രിയ. കുറച്ച് ശ്രദ്ധിക്കുക. എത്ര രൂപയ്ക്ക് സാധനം വിറ്റത്? ക്യാഷ് ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താണ്? കടത്തിനാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് വരികയാണ്. ഡെപ്റ്റേഴ്സ് വരും. പക്ഷേ 4 ലക്ഷമാണ് അവിടെ പറയുന്നത്. അവർ ഉദ്ദേശിച്ച് 40,000 ആയിരിക്കും. ഏതായാലും 4 ലക്ഷം ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കൊരു അസംഷൻ വെക്കാം. എങ്ങനെ അസംഷൻ വെക്കാം? 40,000 രൂപക്കാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തതാണ്. 40,000 രൂപക്കാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? സാധനം വിറ്റിട്ടുണ്ടാവുക. 20,000 രൂപയുടെ സാധനം കംപ്ലീറ്റ് വിറ്റു എന്നുള്ള അസംഷനിൽ വെക്കേണ്ടി വരും. പ്ലസ് അപ്പം ഡെപ്റ്റേഴ്സ് എത്ര വരും? 40,000 രൂപയുടെ നമുക്ക് ഡെപ്റ്റേഴ്സ് വരും. സമം ലാബിലിറ്റി ഒന്നുമില്ല. ലാഭം എന്ത്? 20,000 രൂപയുടെ സാധനം 40,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 20,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും? പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് 80,000, സ്റ്റോക്കിന് ഒന്നുമില്ല. കാരണം 20,000 രൂപയുടെ സാധനം മുഴുവനും 40,000 രൂപയ്ക്ക് വിറ്റു എന്നുള്ള രൂപത്തിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടി വരും. ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ട്? 40,000. ലാബിലിറ്റി ഒന്നുമില്ല. ക്യാപിറ്റൽ 1,20,000. അങ്ങനെ വരുമ്പോൾ രണ്ട് ഭാഗത്തും എന്താവും? 1,20,000. ഇവിടെയും 1,20,000. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യന് ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട്. 40,000 രൂപയുടെ സാധനം 20,000 രൂപയുടെ സാധനം 40,000 രൂപയ്ക്ക് വിറ്റു എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഓപ്പൺ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ക്യാരേജ് തന്നിട്ടുണ്ട്, ക്ലോസ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തുള്ളത് കൂട്ടുക. ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ അവിടെ എന്തുള്ള പർച്ചേസ് ഉണ്ട് അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് പർച്ചേസ് ഉണ്ട്, റിട്ടേൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് കംപ്ലീറ്റ് കൂട്ടണം. എന്നിട്ട് മൈനസ് ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. മൈനസ് ചെയ്യേണ്ടത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റിലുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പർച്ചേസിന് റിട്ടേൺ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. വിറ്റ സാധനത്തിൻ്റെ വില നമുക്ക് കിട്ടും. വിറ്റ സാധനത്തിൻ്റെ ചിലവ് നമുക്ക് കിട്ടും.
അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 30,000 രൂപയാണ് കാണുന്നത്. പർച്ചേസ് എത്രയാണ്? 1 lakh ആണ്. അതേപോലെ കാരേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 2,000. ക്ലോസ് സ്റ്റോക്ക് എത്ര ഇടും? ക്ലോസ് സ്റ്റോക്ക് 30,000. അപ്പോൾ ആൻസർ വരുന്നത് 1,32,000 - 30, 1,02,000 ആണ് ആൻസറായിട്ട് വരുന്നത്.